നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അമ്മയും പെങ്ങളെ അപമാനിക്കാൻ ഒരുത്തനും ഇന്നേ വരെ ധൈര്യം കാണിച്ചിട്ടില്ല. മഹിമ ആരെ അപമാനിക്കാൻ വന്നതല്ല, അവളുടെ ജോലി ചെയ്യാൻ വന്നതാ. അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. അവൾ എന്ത് ജോലി ചെയ്താലും എനിക്ക് സ്വൈരക്കേട് ഉണ്ടാക്കണമെന്നാണോ ആദ്യം തീരുമാനിക്കുന്നത്? ശരി, ജോലി ചെയ്യാൻ വന്നതാണെങ്കിൽ അത് ചെയ്തിട്ട് പോണം. എന്തിനാ അമ്മയോടും സ്വപ്നയോടും വഴക്കിട്ടത്? ഗിരിയേട്ടൻ കാര്യം അറിയാതെ സംസാരിക്കല്ലേ. മഹിമയുടെ അടുത്ത് സ്വപ്നയാ മോശമായിട്ട് പെരുമാറിയത്. സ്വപ്ന അവളെയും അവളുടെ ജോലിയെയും കുറെ മോശമായിട്ട് പറഞ്ഞിട്ടും എന്നെ ഓർത്ത് മഹിമ ഒന്നും പ്രതികരിച്ചില്ല. സ്വപ്ന ഓർഡർ ചെയ്ത സാധനത്തിന് കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോ മഹിമ അത് വേണ്ടെന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഞങ്ങളുടെ കുടുംബത്തിനും അവളുടെ ഔദാര്യമൊന്നും വേണ്ട. ഞങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കാശില്ലെന്നാണോ നീ മഹിമയും കരുതിയത്? അവൾ അങ്ങനെ ചെയ്തത് ഒരു ഔദാര്യമായിട്ടല്ല, കുടുംബക്കാര് തമ്മില് കാശിന്റെ കണക്ക് പറയണ്ടെന്ന് കരുതിയിട്ടാ അവൾ അങ്ങനെ ചെയ്തത്. എന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് അവള് കണക്ക് പറഞ്ഞ് കാശ് മേടിച്ചല്ലോ. ഗിരിയേട്ടൻ അവളെ കുടുംബമായിട്ട് കാണുന്നില്ലെന്ന് വീട്ടിൽ കയറി ചെന്ന് പറഞ്ഞില്ലേ? വെറുതെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാൾക്ക് വേണ്ടി എന്തിനാ നഷ്ടം സഹിക്കുന്നതെന്ന് അവക്ക് തോന്നിക്കാണും. അവളൊന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? നിനക്ക് കാശ് കൊടുക്കായിരുന്നില്ലേ? ഞാൻ അവക്ക് കാശ് കൊടുക്കാൻ തുടങ്ങിയതാ. അപ്പൊ അമ്മ വന്ന് ഞാൻ ഈ കുടുംബത്തെ താഴ്ത്തി കാണിക്കാൻ വേണ്ടിയാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ അമ്മ ഇപ്പോഴും എന്നെ ഈ കുടുംബത്തിന്റെ ഭാഗമായിട്ട് കാണാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്. നീ വെറുതെ മഹിമയെ ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ എനിക്ക് അവൾക്ക് വേണ്ടി സംസാരിക്കേണ്ടി വരും. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ സ്വപ്ന തെറ്റ് ചെയ്തെന്നാണ് നീ പറയുന്നത്? എന്റെ അനിയത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഞാൻ സഹിക്കില്ല. മഹിമയെ ഞാൻ വളർത്തിയത് സ്വന്തം മോളെ പോലെയാ. അവളെ കുറിച്ച് മോശം പറഞ്ഞാൽ അത് എനിക്കും സഹിക്കത്തില്ല. പറയുന്നു. അടിക്കുന്നില്ലേ? അടിക്ക്. അടിക്കുന്നേ? എന്താ കാണിക്കുന്നേ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഗിരിയേട്ടൻ എന്നെ അടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അങ്ങനെ ഉറപ്പിക്കൊന്നും വേണ്ട. എന്നാലേ അടിക്ക്. ഇപ്പൊ ഒരു മൂടില്ല, പക്ഷേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ കാത്തിരിക്കാം. ഇങ്ങനുണ്ടോ പെണ്ണുങ്ങള്?